സ്വർഗീയ ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ ജൂലൈ 10 വെള്ളി. ശുശ്രൂഷ രാവിലെ 10-ന് സെയിൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ പാരിഷ് ഹാൾ, കല്ലുമൂട് ജംഗ്ഷൻ, ചെന്നിത്തല. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ജൂലൈ 11 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് ഐശ്വര്യ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് ജൂലൈ 31 വെള്ളി. ആതിര DD ഓഡിറ്റോറിയം. ശുശ്രൂഷ രാവിലെ 10-ന്. ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായേറ്റതാ സമൃദ്ധിയേകിടാൻ ദരിദ്രനായതും ജീവനേകാൻ ഉയർത്തെഴുന്നതും എൻ പാപവും ശാപവും ഒഴുകി ദൂരെയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് പ്രഭാതത്തിൽ ലോകമെങ്ങും ലക്ഷക്കണക്കിന് പേര് നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായി നമ്മൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് തങ്കുബ്രദറിൻ്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് വലിയൊരു ടീമാണ് വാർത്തയിൽ പോയി ശുശ്രൂഷിച്ചത്. നോർത്ത് ഇന്ത്യയിലെ ആ ശുശ്രൂഷ മറക്കാൻ കഴിയാത്ത അനുഭവമായി. ഇവിടുന്ന് 70 പേരുള്ളൊരു ടീം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സഹോദരങ്ങൾ പോയി. അതുപോലെ ബിജു ബ്രദറിൻ്റെ നേതൃത്വത്തിൽ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഒരു ശുശ്രൂഷ ഛത്തീസ്ഗഡിൽ നടക്കുന്നുണ്ട്. അവിടെ 10-20ഓളം ശുശ്രൂഷകർ, അങ്ങനെ 70 പേരോളം ഒന്നിച്ച് അവിടെ നിന്നപ്പോൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നിറഞ്ഞ ഒരു മീറ്റിംഗാണ് വാർത്തയിൽ നടന്നത്. ഇന്നത്തെ സന്ദേശം, തങ്കുബ്രദറിൻ്റെ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, നമ്മുടെ സ്വഭാവമോ നമ്മുടെ കുറവോ നന്മയോ ഒന്നും നോക്കാതെ കർത്താവ് നമ്മളെ സൗഖ്യമാക്കും. കർത്താവ് ഒരു രോഗിയോട് നീ ആദ്യം പോയി നന്നായിച്ചു എന്നിട്ട് സൗഖ്യമാക്കാമെന്ന് പറഞ്ഞില്ല. പക്ഷേ അർഹതയില്ലാത്തവർ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ അവരങ്ങ് അറിയാതെ നന്നായിപ്പോയി. സോ ഇന്ന് സ്നേഹത്തിൻ്റെ പ്രദർശനമായി കർത്താവ് വലിയ വിടുതലുകൾ തരാൻ പോവുക. നമുക്ക് ദൈവിക സന്ദേശത്തിലേക്ക്, വാർത്തയിൽ നടന്ന മീറ്റിങ്ങിലേക്ക് കടക്കാം. No, never alone. No, never alone. His promise never to leave me, never to leave me alone. I have understood Jesus as I walked with him for the last so many years. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് യേശുവിനോട് കൂടെ നടന്നതിൽ നിന്ന് എനിക്ക് യേശുവിനെ നന്നായി മനസ്സിലായി. That he has no hatred in him. He is not someone to punish you for every mistake. അവന്റെ ഉള്ളിൽ അല്പം പോലും പകയില്ല. ആരുടെയെങ്കിലും കുറ്റം കണ്ട് ശിക്ഷിപ്പാനല്ല യേശു നിൽക്കുന്നത്. He wants to look at an opportunity to bless you. നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരു അവസരം നോക്കി നടക്കുന്നവനത്രേ. It is our human mind. We think like God is like man. ദൈവം മനുഷ്യനെ പോലെ എന്നുള്ള ഒരു ചിന്താഗതി അത് നമ്മുടെ മാനുഷിക മനസ്സിലുള്ളതാ.
God is not man, He is God, and He loves you because we are His own creation. ദൈവം മനുഷ്യനല്ല, ദൈവം തന്നെയാണ്. അവൻ തൻ്റെ സ്വന്തം സൃഷ്ടിയായ മനുഷ്യനെ നന്നായി സ്നേഹിക്കുന്നു. And being His own creation, I want to tell you, we are very, very valuable for Him. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം എല്ലാവരും ദൈവത്തെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടവരത്രേ. Many times we are trying to please God by our own works, but let me tell you, we cannot please God with our works. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ നോക്കുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനേ കഴിയില്ല. The Bible says in 2 Peter chapter 1 and verse 2, grace and peace is multiplied according to the knowledge of God and His Son Jesus Christ. 2 പത്രോസ് 1-ാം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. Grace and peace is multiplied. കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. When we understand or the knowledge of God and His Son Jesus Christ. അതുപോലെ നമ്മൾ അത് തിരിച്ചറിയുമ്പോൾ പിതാവായ ദൈവത്തെയും തൻ്റെ പുത്രനായ യേശുവിനെയും മനസ്സിലാക്കുന്നു. If we don't understand God, if we don't understand Jesus, we can be believers all our life without having peace. ദൈവത്തെയും യേശുക്രിസ്തുവിനെയും നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് വിശ്വാസികളായിട്ട് ജീവിക്കാം, പക്ഷേ നമുക്ക് സമാധാനം ഉണ്ടാവുകയില്ല. In my whole life, I have seen lot of money, I have seen lot of fame, but that was not what when I came to Jesus, I received peace that surpasses all understanding. എൻ്റെ ജീവിതകാലം മുഴുവൻ നോക്കിയാൽ ഞാൻ ഒരുപാട് പണം കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രശസ്തി അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ യേശുവിനെ അറിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടായത്. There is no one who can give you peace. There is no one can give you joy. There is no one who can give you rest except Jesus Christ and faith in Him. സമാധാനമോ സന്തോഷമോ സ്വസ്ഥതയോ തരുവാൻ യേശുക്രിസ്തുവിനെ കൂടാതെ വേറെ ആർക്കും കഴിയുകയില്ല. The world can give us happiness but not joy. ലോകത്തിന് നമുക്ക് സന്തോഷം നൽകുവാൻ കഴിയുമായിരിക്കാം, പക്ഷെ ആഹ്ലാദം നൽകുവാൻ കഴിയുകയില്ല. Oh, when the love of God we understand, we get peace, we get joy so much that we cannot even understand. Words cannot say. ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് സമാധാനമോ സന്തോഷമോ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിയാത്ത സ്വസ്ഥതയോ നമുക്ക് ലഭിക്കുവാൻ ഇടയില്ല. Before Jesus came, no one understood God. യേശു വരുന്നതിന് മുമ്പ് ആർക്കും ദൈവത്തെ മനസ്സിലായില്ല. Everyone thought that God is a cruel God. എല്ലാവരും വിചാരിച്ചു ദൈവം ഒരു ക്രൂരനായ ദൈവമെന്ന്. They thought that God is a God who makes you and me do things. നമ്മെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്ന ക്രൂരനായ ഒരു വ്യക്തിയാണ് ദൈവമെന്ന് അവർ വിചാരിച്ചു. When you look at the word, the Bible says, God said, I don't want sacrifice. I am not hungry. If I am hungry, all the animals in the forest belong to me. ദൈവം ഇങ്ങനെ പറഞ്ഞു, വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ യാഗങ്ങളിൽ പ്രസാദിക്കുന്നവനല്ല, എനിക്ക് വിശക്കുന്ന ഒരു ദൈവമല്ല, എനിക്ക് വിശക്കുന്നുവെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ മൃഗങ്ങളും എൻ്റെതല്ലേ. God does not want anything from us. നമ്മിൽ നിന്ന് യാതൊന്നും ആഗ്രഹിക്കുന്നില്ല ദൈവം. But He longs for your love and my love. എന്നാൽ അവൻ വാഞ്ചിക്കുന്നത് നിങ്ങളുടെയും എൻ്റെയും സ്നേഹത്തിനു വേണ്ടി അത്രേ. I love a word in the Bible which says, thanks to be the Father who called us into a fellowship with through His Son Jesus Christ. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രമെന്ന ആ വചനം എനിക്ക് വളരെ ഇഷ്ടമുള്ള വചനമത്രേ. 1 Corinthians chapter 1 and verse 9, the Bible says, 1 കൊരിന്ത്യർ 1-ാം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, God is faithful by whom we are called into fellowship of His Son Jesus Christ our Lord. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. Called us into a fellowship. നമ്മെ ഒരു കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു. Just imagine, ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, God wants to have fellowship with you and me. സർവശക്തനായ ദൈവം നിങ്ങളോടും എന്നോടും കൂട്ടായ്മ ആചരിക്കുക. Fellowship. കൂട്ടായ്മ. What is fellowship? എന്താകുന്നു ഈ കൂട്ടായ്മ? Eating together, sitting together,
enjoying companionship. ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷിക്കുക, ആസ്വദിക്കുക. God ദൈവം, സർവശക്തനായ wants ദൈവം fellowship with you, നിങ്ങളുമായിട്ട് കൂട്ടായ്മയെ ആഗ്രഹിക്കുന്നു. wants to sit with you, നിങ്ങളോട് ചേർന്നിരിപ്പാൻ ആഗ്രഹിക്കുന്നു, talk with you. സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. We thought that God is a God who is ready to punish. Sorry. നാം വിചാരിച്ചു ദൈവം നമ്മെ ശിക്ഷിക്കാൻ താല്പര്യമുള്ളൊരു ദൈവമെന്ന്. അല്ലേ അല്ല. No. He wants fellowship with you and me. അല്ലേ അല്ല, നിങ്ങളുമായിട്ട് ഒരു കൂട്ടായ്മയ്ക്കായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God, the creator. സൃഷ്ടാവായ ദൈവം. The Bible says വേദപുസ്തകം പറയുന്നു that even before the foundation of the world, you and I existed. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിങ്ങളും നമ്മളും അവിടെ ഉണ്ടായിരുന്നു. We had fellowship with the Father. നമുക്ക് ആ പിതാവുമായിട്ടൊരു നല്ല കൂട്ടായ്മ But ഉണ്ടായിരുന്നു. when time came, you and me were sent to this earth. എന്നാൽ കാലത്തിന്റെ തികവിൽ നിങ്ങളും ഞാനും ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. Just imagine God, the creator, who is the Alpha, the Omega, the beginning and the end, the all-powerful God wants fellowship with you and me. ഒന്ന് ചിന്തിച്ചാട്ടെ, സർവശക്തനായ ദൈവം, ആൽഫയും ഒമേഗയുമായവൻ, ആരംഭവും അവസാനവുമായവൻ, സർവശക്തനായ ദൈവം നമ്മോട് കൂട്ടായ്മ ആചരിക്കുന്നു. Oh, we cannot understand with our little brain. നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ 1 കഴിയുകയില്ല. Timothy chapter 3 verse 16, the Bible says our human mind cannot conceive. 1 തിമോത്തി 3:16 ഇങ്ങനെ പറയുന്നു, നമ്മുടെ മാനുഷിക ബുദ്ധി ഇതിനെ ഉൾക്കൊള്ളുവാൻ കഴിവില്ല. Oh, God putting on flesh cannot understand. ദൈവം ജഡത്തിൽ വെളിപ്പെടുകയോ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. The Bible says this is the great mystery. ദൈവ വചനം പറയുന്നു ഇതാകുന്നു ഏറ്റവും വലിയ മർമ്മം. Why is such meetings kept? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ അത് സൂക്ഷിക്കുന്നത്? This is God calling you to a fellowship. God is not calling you to become a religious person. ദൈവം നിങ്ങളെ വിളിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്കാ, അല്ലാതെ ഒരു മത ഭക്തനാകുവാൻ വേണ്ടിയല്ല. To tell you I love you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. God cannot have a religion. ദൈവത്തിനൊരു മതമില്ലല്ലോ. God is God, the creator. ദൈവം ദൈവമാ, സൃഷ്ടാവായ ദൈവം. But he wants to talk with you. He wants to love you. He wants to sit with you. നിങ്ങളോട് സ്നേഹിപ്പാൻ, നിങ്ങളോട് ചേർന്നിരിപ്പാൻ, നിങ്ങളുമായിട്ട് സംസാരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറക്കരുത്, നമ്മുടെ മിഷൻ മന്ത്സ് അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നിച്ച ഈ പ്രോഗ്രാം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ എല്ലാ സ്റ്റുഡിയോയുടെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കായി നമ്മൾ ഒന്നിച്ച് സമാഹരിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച് കുടുംബമായി മിഷൻ മന്ത്സിൽ കരങ്ങൾ നീട്ടണം. അതിനുള്ള നമ്പറുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അതിൽ പങ്കാളിയാകാം എന്ന ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും. സ്വർഗീയവിരുദ്ധ ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9473356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. Hallelujah. ഹല്ലേലൂയ. And I read that word again and again. God called me not to become Christian but to have fellowship with me. ആ വാക്യം വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ദൈവം എന്നെ ക്രിസ്ത്യാനിയാകുവാനല്ല, അവനുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് അത്ര ക്ഷണിച്ചത്. Invitation is for the whole world. ഈ ക്ഷണം മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ളത് And to അത്രേ. have fellowship with him. അവനുമായി കൂട്ടായ്മയ്ക്ക് വേണ്ടി. It is through Jesus Christ. Why? Because God is unapproachable, living in glory. ഇത് ക്രിസ്തുയേശുവിലൂടെയാ. എന്തുകൊണ്ടാ? ദൈവം തേജസ്സിൽ ജീവിക്കുന്നത് കൊണ്ട് അവന്റെ അരികിൽ കടന്നു ചെല്ലുവാൻ കഴിയില്ല. Just imagine, I will give you an example. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. I don't know whether it is here in Vartha, but in Kerala,
The old people meet in coffee shop every day morning. വർദ്ധയിൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ പ്രായമേറിയവർ ചായക്കടകളിലൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട്. About 60 retired, they come to coffee shop in the morning. They don't have coffee in their house, they have it in the coffee shop. Read the paper, talk about Obama, talk about Putin, big things they are talking. 60 വയസ്സിന് മേളിൽ പ്രായമുള്ള റിട്ടയർ ചെയ്ത വ്യക്തികൾ അവർ വീട്ടിലിരുന്ന് ചായ കുടിക്കുകയല്ല, ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കും, പത്രം വായിക്കും, ഒബാമയെക്കുറിച്ചും പുട്ടിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കും. വലിയ കാര്യങ്ങൾ അവർ പറയുന്നത്. In the tea shop, they are sitting, they are enjoying the fellowship. ആ ചായക്കടയിൽ അവിടെ ഇരുന്ന് അവരൊരു വലിയ കൂട്ടായ്മ ആസ്വദിക്കുക അത്ര ചെയ്യുന്നു. And what are they talking? എന്താണ് അവർ പറയുന്നത്? No topic. ഒരു വിഷയവും They വ്യക്തമായിട്ടില്ല. start any topic and hours they are sitting. ഏതെങ്കിലും ഒരു വിഷയം വെച്ച് പറഞ്ഞ് മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കും. Oh, they are talking about big things വലിയ കാര്യങ്ങൾ അവർ പറയുന്നത്, which has no importance to them. അവരെ സംബന്ധിച്ച് അതിന് വലിയ But പ്രാധാന്യമൊന്നുമില്ല. the tea with sitting together, they are enjoying. എന്നാൽ അവർ ചായയും കുടിച്ച് ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുക. Oh, that fellowship, sitting together, is so important for them, because when that night they are waiting to become morning so that they can go there. അങ്ങനെ അവർ ചായയുമായിട്ടിരുന്ന് ഒരുമിച്ചിരുന്ന കൂട്ടായ്മ ആസ്വദിക്കുന്നു. അത് വളരെ വലുതാണ് അവർക്ക്. അവർ രാത്രിയാകുമ്പോൾ പ്രഭാതമാകാൻ കാത്തിരിക്കും. Hallelujah. ഹല്ലേലൂയ. Suppose I am that man. വിചാരിച്ച ഞാൻ ആ He വ്യക്തിയാണ്. also is another one. നിങ്ങളും ഈ ആളും അതുപോലെ ഒരാളാണ്. Every day we sit in tea shop, gup shop lag ke baithe rehte hain. ഓരോ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ആ ചായക്കടയിൽ ഇരിക്കുക. Monday, Tuesday, Wednesday, सब दिन, every day morning. Oh, how is ये मोदी साहब अभी वहाँ अमेरिका गए हैं. Okay, हमारा कुछ नहीं है, पर बहुत बड़ा बात हो रहा है. Hallelujah. Hallelujah. Every day we are meeting. ഓരോ ദിവസവും നമ്മൾ കൂടുകയാണ്. We have tea not in our house, in that tea house. ആ വീട്ടിലല്ല ചായ കുടിക്കുന്നത്, ചായക്കടയിലായിരുന്നു കുടിക്കുന്നത്. Talking very big about economy, share market, weather, nothing to do, but just talking. വലിയ കാര്യങ്ങൾ പറയും, ഷെയർ മാർക്കറ്റിന്റെ കാര്യം, എക്കണോമിയുടെ കാര്യമോ, അതിനകത്ത് നമുക്ക് ഒരു ഇടപാടും ഇല്ല. പക്ഷെ എന്തെങ്കിലും One പറയും. day, ഒരു ദിവസം he said, can you give me 10,000 rupees? അദ്ദേഹം എന്നോട് പറയുന്നു, എനിക്കൊരു 10,000 രൂപ തരാമോ? Arey, no problem, I am very rich man, I can give you 10,000. ഒരു വിഷയമില്ല, ഞാൻ ധനികനാ, 10,000 രൂപ എനിക്ക് തരാം. कुछ नहीं होता, ले लो. ले लो 10,000. He says, അപ്പോൾ അദ്ദേഹം പറയുന്നു, I will return it to you in 1 month. ഒരു മാസത്തിന് ശേഷം ഞാനത് മടക്കി തരാം. No problem. ഒരു കുഴപ്പമില്ല. हम पूछे नहीं 1 महीना 2 महीना, काय बोल रहे हो 1 महीना 2 महीना, कभी भी दे देना. അത് പറഞ്ഞു. Hallelujah. After 1 month, ഒരു മാസത്തിന് ശേഷം डेली चाय चल रहा है. After 1 month he says, sorry, I can give you only after 1 month. ഒരു മാസത്തിന് ശേഷം അദ്ദേഹം പറയും, ക്ഷമിക്കണേ, എനിക്ക് ഒരു മാസം കൂടെ കഴിഞ്ഞ് തരാൻ പറ്റൂ. No problem. ഒരു കുഴപ്പമില്ല. 2 महीना के बाद no problem, but सवेरे चाय के लिए आना. 2 മാസം ആയാലും കുഴപ്പമില്ല, പക്ഷെ രാവിലെ ചായക്ക് കണ്ടോണം കേട്ടോ. वो 10,000 से ज्यादा मेरा चाय पीना important. Hallelujah. Hallelujah. That fellowship is more important for me than your 10,000 rupees. നിങ്ങൾക്ക് തന്ന 10,000 രൂപയേക്കാൾ ആ കൂട്ടായ്മയാണ് എനിക്ക് ഏറ്റവും പ്രധാനം. But this man started feeling guilty. എന്നാൽ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം വരികയാണ്. He began to think, what will this Tangu bhai think about me? അദ്ദേഹം ചിന്തിക്കും, അയ്യോ ഈ തങ്കു ബ്രദർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമോ? 2 महीना हो गया, 2 months gone. 2 മാസങ്ങൾ കഴിഞ്ഞു. He is feeling guilty. തനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു. One day he doesn't come to tea. ഒരു നാളിൽ ഒരു ദിവസം താൻ ചായക്കടയിൽ വരുന്നില്ല ചായ കുടിക്കാൻ. I call, hello. ഞാൻ വിളിക്കുന്നു, ഹലോ. No, I am going to ask people to give me money to give you back. നിങ്ങൾക്ക് പൈസ തിരിച്ചു തരേണ്ടതിന് ഞാൻ മറ്റുള്ളവരോട് വായ്പ വാങ്ങിക്കാൻ പോവുക. I don't want. എനിക്കത് വേണ്ട. You come for tea. Fellowship more important. ആ ചായക്കായിട്ടൊന്ന് വന്നേ, നമുക്ക് ആ കൂട്ടായ്മയാ പ്രധാനം. 2 day, 3 day. 2 ദിവസമായി 3 ദിവസമായി Switch off. ഫോൺ സ്വിച്ച് ഓഫ് ആയി. I want him to sit and talk and tea. That is more important. അദ്ദേഹം എൻ്റെ കൂടെ വന്നിരുന്ന് സംസാരിച്ച് ചായ കുടിക്കണം, അതാ എനിക്ക് പ്രധാനപ്പെട്ടതായി തോന്നുന്നത്. But he is feeling guilty and he is running away from me. എന്നാൽ അദ്ദേഹത്തിന് മനപ്രയാസം വന്നു, അദ്ദേഹം എന്നിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. So I call my son. അപ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിച്ചു. And I say, son, ഞാൻ പറഞ്ഞു, മോനെ, I have everything in my world.
ഈ ലോകത്ത് എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. but I want fellowship. എന്നാൽ എനിക്കൊരു കൂട്ടായ്മ വേണം. My friend, he thinks I am angry. I'm not angry. എൻ്റെ കൂട്ടുകാരൻ വിചാരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തോട് പിണക്കം ദേഷ്യമാണെന്നാ. പക്ഷെ എനിക്ക് I അങ്ങനെയില്ല. love him. ഞാൻ അദ്ദേഹത്തെ I സ്നേഹിക്കുന്നു. want fellowship back restored. എനിക്ക് ആ കൂട്ടായ്മ വീണ്ടും തുടങ്ങണം. Please go find him. നീ പോയി ആ അദ്ദേഹത്തെ ഒന്ന് കണ്ടുപിടിച്ചേ. Tell him എന്നിട്ട് അദ്ദേഹത്തോട് പറയണം, 10,000 is not important. 10,000 ഒരു വിഷയമേ അല്ല, You are important. നിങ്ങളാ പ്രധാനം. Go. Go. പോയാട്ടെ. He started going. അദ്ദേഹം ആ മോൻ അങ്ങനെ He ഇറങ്ങി started seeking. ആ മോൻ അദ്ദേഹത്തെ Where is അന്വേഷിക്കും. my father's fellowship? എന്റെ പിതാവിന്റെ കൂട്ടുകാരൻ എവിടെയെന്ന് Hallelujah. അന്വേഷിച്ചു. Hallelujah. He went there. താൻ അവിടെ ചെന്നു Talked to him. അദ്ദേഹത്തോട് He സംസാരിച്ചു. said, 10,000 ka baat chodo. അദ്ദേഹം പറഞ്ഞു, Hallelujah. 10,000 വിട്ടുകളാ, You are more important. നിങ്ങളാ പ്രധാനപ്പെട്ട You are more important. നിങ്ങൾക്കാണ് My പ്രാധാന്യം. father is love. എന്റെ പിതാവിന്റെ He സ്നേഹം owns everything. എല്ലാം But he അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. lacks fellowship. He wants you. എന്നാൽ അദ്ദേഹത്തിന് ആ കൂട്ടായ്മ വേണം, നിങ്ങളെ വേണം. And he brought him back to me. അങ്ങനെ ആ സ്നേഹിതനെ എന്റെ മകൻ മടക്കി കൊണ്ടുവരികയാണ്. Hallelujah. ഹല്ലേലൂയ. I am so happy. എനിക്ക് വലിയ സന്തോഷമായി. I don't want your 10,000. എനിക്ക് ആ 10,000 അല്ല വേണ്ടത്. You are important for me. നിങ്ങളാ എനിക്ക് പ്രധാനപ്പെട്ട വ്യക്തി. The Bible says, വേദപുസ്തകം പറയുന്നു, God said like this, ദൈവം ഇങ്ങനെ പറയുന്നു, I for myself forgave your sin. എന്നെ പ്രതി ഞാൻ നിന്റെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു. For me, myself, I forgive that 10,000. എന്നെ പ്രതി ഞാൻ ആ 10,000 രൂപ വിട്ടുകളഞ്ഞിരിക്കുന്നു. I send my son Jesus to find you. എന്റെ പുത്രനായ യേശുവിനെ നിന്നെ കണ്ടെത്തുവാൻ ഞാൻ To അയച്ചു. tell you the truth that you are valuable, not anything else. നിങ്ങൾക്കാണ് പ്രാധാന്യം എന്നുള്ളത് പറയുവാൻ അവനെ അയച്ചു. That is the whole gospel. അതാണ് ഈ സുവിശേഷം മുഴുവൻ. You and me are very, very valuable. നിങ്ങളും ഞാനും വളരെ വിലയേറിയവരത്രേ. Through Jesus Christ, യേശുക്രിസ്തുവിലൂടെ we understand who God is. ദൈവം ആരെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. That he is a loving father സ്നേഹനിധിയായ പിതാവെന്ന് who wants മനസ്സിലാക്കുന്നു. us back into the house. ആ ഭവനത്തിലേക്ക് നമ്മെ മടക്കി വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന പിതാവ്. ദൈവത്തിൻ്റെ സ്നേഹമാ യേശുക്രിസ്തു മുഖേന വെളിപ്പെട്ടത്. ആ സ്നേഹമാ രോഗികളെ സൗഖ്യമാക്കിയത്, ബന്ധനസ്ഥരെ വിടുവിച്ചത്, തകർന്നവർക്ക് സമാധാനം കൊടുത്തത്. അതേ ദൈവസ്നേഹം വാർത്തായിൽ നടന്ന മീറ്റിങ്ങിൽ അവിടെ വെളിപ്പെട്ടു. ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും വ്യക്തികളിലും കർത്താവിൻ്റെ അതേ സ്നേഹം ഇതാ കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾ ഞാനും ആരാണെന്ന് കർത്താവ് നോക്കുന്നില്ല. ജീവിതത്തിൽ തെറ്റുപറ്റിയോ, ദൈവത്തെ വിട്ട് ഓടിപ്പോയോ, കർത്താവിനെ അറിഞ്ഞിട്ട് പിന്മാറ്റത്തിലാണോ, എങ്കിലും കർത്താവ് സ്നേഹിക്കുന്നു. നീ ശരിയായാൽ നിന്നെ വിടുവിക്കാമെന്നല്ല പറഞ്ഞു. നീ ഇന്നായിരിക്കുന്ന അവസ്ഥ കണ്ട് എനിക്ക് മനസ്സിലാവും, ഞാൻ നിന്നെ വിടുവിക്കും. ഇപ്പോൾ തന്നെ രോഗപ്രയാസങ്ങളിലിരിക്കുന്നവർ ഇതെന്നെ വിടുവിക്കുന്ന ദൈവത്തിന് ഹിതമാണോ എന്ന് പേടിക്കുകയേ വേണ്ട. ഞാനും ആരായിരുന്നാലും ഇവിടെ വിടുതലാ കർത്താവിൻ്റെ ഇഷ്ടം. 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ഒരാളെ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്നുള്ളൂ. കർത്താവ് ബാക്കി 9 പേർക്കും കുഷ്ഠം പിടിക്കട്ടെ എന്ന് പറഞ്ഞില്ല. നോ, പറയില്ല. തന്നെ പിടിക്കാൻ വന്ന പടയാളികൾ ഒരുവൻ്റെ കാത പത്രോസ് വെട്ടിയത്. തനിക്കെതിരെ ആക്രോശിച്ച് ആ പടയാളിയുടെ കാത് താഴെ വീണപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞു. ആ കാതെടുത്ത് വെച്ച് അവനെ സൗഖ്യമാക്കി. സ്നേഹമായി ഇന്ന് സൗഖ്യമാക്കാൻ വിടുവിക്കാൻ പോകുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കടഭാരത്തിൽ ഇരിക്കുന്നവർ എന്നെ കേൾക്കുന്നു. എല്ലാവരാലും തള്ളപ്പെട്ട അവസ്ഥയിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. ഡോക്ടർമാരിനി പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ ചില രോഗികൾ എന്നെ കേൾക്കുന്നു. ഈ നിമിഷം കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളെ തൊടുക. മനു എന്നൊരു പേര് കർത്താവിൻ്റെ ഉള്ളിലിങ്ങനെ കാണിക്കുന്നു. ആ നിങ്ങളായിരിക്കുന്ന അവസ്ഥ ഏതുമാകട്ടെ കർത്താവിനോടൊന്ന് പറഞ്ഞ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പ്രാർത്ഥനാ സമയത്തിൽ എൻ്റെ പേര് വിളിക്കുമോ, എൻ്റെ വിഷയം പറയുമോ, അതും പേടിക്കണ്ട. ഈ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യേശു എന്നെ ഒന്ന് വന്ന് തൊട്ടിരുന്നെങ്കിൽ എന്ന് കൊണ്ടിരുന്നവരുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ യേശു തൊട്ടാലും തൊട്ടില്ലേലും കൊള്ളാം, ദൈവദാസൻ എൻ്റെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലേലും കൊള്ളാം, ഞാൻ പോയി തൊട്ട് വിടുതലെടുക്കുമെന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് അതിനൊന്നും കാത്തിരിക്കരുത്. സൗഖ്യം നമ്മുടെ കഥ. അതിപ്പോൾ തന്നെ നമ്മൾ പ്രാപിക്കാൻ പോവുക. യേശു ക്രിസ്തു കാൽവറിയിലേറ്റ സകല കഷ്ടപ്പാടുകളും നമ്മുടെ വിടുതലിന് നമുക്ക് വിശ്വാസത്താൽ പ്രാപിക്കാം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക വ്യക്തികളെ നീ അറിയുന്നല്ലോ. നീ പേർ ചൊല്ലി വിളിച്ചതുണ്ട്, പേർ ചൊല്ലിയില്ലെങ്കിലും കർത്താവെ അങ്ങയുടെ കരം അവിടെ ഉണ്ടല്ലോ. ക്യാൻസർ രോഗികളായി, ക്ഷയരോഗികളായി, മറ്റ് പല പ്രശ്നങ്ങളാൽ വലഞ്ഞവർ എന്നെ കേൾക്കുമ്പോൾ കർത്താവെ അവിടുത്തെ അത്ഭുത കരം അവിടെ നീട്ടപ്പെട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടുത്തെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും.
എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. കർത്താവെ, വിശ്വാസത്താൽ അടിയൻ ഈ മക്കളുടെ മേൽ കരം വെക്കുക. അവർ തന്നെ അവരുടെ കരം വെച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ഹാർട്ട് പ്രോബ്ലം വിട്ടുമാറട്ടെ, അതിവേദനകൾ സൗഖ്യമാകട്ടെ, അസാമ്പത്തികമായ കോടികളുടെ കടഭാരം അഴിഞ്ഞു മാറട്ടെ, പുതിയ വഴികളും വാതിലുകളും തുറക്കട്ടെ. മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉറക്കമില്ലാത്തവർ, കുടുംബജീവിതത്തിലെ തകർച്ചയിൽ കേൾക്കുന്നവർ, എല്ലാവരെയും കർത്താവ് വിടുവിക്കണമേ. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ കരം നീട്ടി വിടുവിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അത്ഭുതകരമായ വിടുതൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഈ നമ്പറിൽ കൗൺസിൽ ചെയ്യാൻ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഈ നമ്പറിൽ ശുശ്രൂഷകർ റെഡിയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ ജൂലൈ 10 വെള്ളി. ശുശ്രൂഷ രാവിലെ 10-ന് സെയിൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ പാരിഷ് ഹാൾ, കല്ലുമൂട് ജംഗ്ഷൻ, ചെന്നിത്തല. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ജൂലൈ 11 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് ഐശ്വര്യ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് ജൂലൈ 31 വെള്ളി. ആതിര DD ഓഡിറ്റോറിയം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. सागर है तू, शांति का राजकुमार है तू. देखो आते हैं बहते हुए खून की धार. क्रूस से देखो आती है बहते हुए